എല്ലാവർക്കും സെഞ്ചിയോയുടെ അഗ്നി ബാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ അഗ്നി ബാച്ചിൻ്റെ ഫിസിക്സിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സാണ് ഇന്ന് വരുന്നത്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവ്സ് ആണ് അല്ലേ. ഇപ്പോൾ സൗണ്ട് വേവ്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, സൗണ്ട് വേവ്സ് ആണ് ഇംഗ്ലീഷ് മീഡിയക്കാർ പറയുന്ന പേര്. അപ്പോൾ നമ്മൾ മലയാളം മീഡിയംകാർ എന്താണ് പറയുന്നത്? ശബ്ദ തരംഗങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ചാണ് എടുക്കുന്നത്. അപ്പം ശബ്ദ തരംഗം മീൻസ് മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒരുമിച്ച് എടുക്കുന്നത്. കാരണം നിങ്ങളത് പ്ലസ് ടുവിനകത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിനകത്ത് എത്തുമ്പോൾ നിങ്ങളിപ്പോൾ സയൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ടേംസും ഇപ്പോൾ മലയാളം മീഡിയത്തിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ടേംസും ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ദോളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് വരുമ്പോൾ അത് ഓസിലേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഓസിലേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പം അയ്യോ ദോളനം ആണ് നിങ്ങൾ പഠിച്ചത്, ഇതിൻ്റെ പേര് വേറെയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ വരും. അപ്പം നിങ്ങൾ ആ പേരുകളൊക്കെ ഒരുമിച്ച് വരാനും നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഒരു നേരത്തെ നിങ്ങൾക്ക് അതിനുള്ള ഒരു മുൻതൂക്കം എന്നുള്ളൊരു ഒരു മുന്നൊരുക്കം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം
ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ആണ്. അതിന് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എ ആണ്. അപ്പൊ അത് ഇവിടെ എഴുതി വെക്കാം നമുക്ക്. അതിന് ഇവിടെ എന്താണ് എ എന്ന് കൊടുക്കാം. അതിനെയാണ് ആയതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തെ മീൻസ് ഇപ്പൊ ഇവിടെ നമ്മളെ ഈ ഭാഗം വരെ പോയില്ലേ, അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ആയതി എന്ന് പറയുന്നത്. അതൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ദൂരം, ഇത്രയും ദൂരമുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ദൂരം തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ ലൈനായിട്ട് വരയ്ക്കുന്നത് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വേണമെന്നുണ്ടോ, അതിനൊരു ദിശ ഈ ടൈപ്പ് രീതിയിൽ ഇതൊരു ഡിസ്റ്റൻസ് ഐ ടു ബി എന്ന് പറഞ്ഞ ഇതൊരു 60 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ല 60 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പം പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അതിന്റെ യൂണിറ്റ് എന്താണ്, എസ് ഐ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കേ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് പഠിച്ചോളണേ. അപ്പം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ്, ഓക്കെ, ടു വൺ സൈഡ്, ഓക്കെ, the magnitude of maximum displacement to the one side from its equilibrium position is amplitude. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള വാക്ക് കിട്ടിയാലും ഡിസ്റ്റൻസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം മോസ്റ്റ്ലി നമ്മൾ പഠിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നെ പഠിച്ചു പോവുക, അതാണ് പിന്നെ തെറ്റുമല്ലല്ലോ. അപ്പം ഡിസ്പ്ലേസ്മെന്റിനാണ് എന്തെന്ന് പറഞ്ഞത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സിമ്പിൾ എന്താണ്, എ ആണ്, സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ എ ആണ്, സ്മോൾ ലെറ്റർ എ ആണ്. എസ് ഐ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. ഇത്ര കാര്യം പഠിച്ചല്ലോ. then ഇനി നമുക്ക് അടുത്ത കാര്യം പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിംഗ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വൺ ഓക്സിലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അല്ലേ. ഒരു ഓക്സിലേഷൻ ആണ്, ഒരു ഊഞ്ഞാല ആടി, ഒരു ഊഞ്ഞാല ഫുൾ ആയിട്ട് ഒരു ആടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ കൊച്ചാണെന്നുണ്ടെങ്കിൽ 10 പറയുന്നുണ്ട്, ഇവിടെ കൊച്ച് 5 പറയുന്നുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞു 5 ശരി എന്ന് പറയൂ അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ടീച്ചർ പറഞ്ഞതെന്ന് നോക്കണം നമുക്ക്. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് നോക്കണം അല്ലെ. അപ്പം ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. ഓസിലേഷൻ ഒരു പീരിയോഡിക് മോഷൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാല പോലെ ഒരു ആടുന്ന ടൈപ്പ് രീതിയിൽ അന്നൊക്കെ പഠിച്ചു, അതാണ് അതിന്റെ മോഷൻ എന്ന് പഠിച്ചു. ഇനി അതെന്താണ്, അതെങ്ങനെയാണ് എന്ന് നോക്കണ്ടേ. അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വൺ ഓസിലേഷൻ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് വെൻ ദ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം O ആൻഡ് റീച്ച് ടു A then ആണ് റിട്ടേൺ ടു O. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ O എന്നുള്ള അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിലേക്ക് പോയി തിരിച്ച് ഓയിൽ തന്നെ വന്നതാണോ, അല്ലെങ്കിൽ വേറെ എന്താണോ, ഓയിന്ന് എയിലേക്ക് പോയി അതിനുശേഷം എയിൽ നിന്ന് ഓയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടാ, ബിയിലേക്ക് പോയിട്ട് ആ ബിന്ന് തിരിച്ച് ഓയിലേക്ക് വരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് വെൻ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം O then റീച്ച് എന്ത് ചെയ്യുന്നുണ്ട് എ then ബി അതിനുശേഷം ബാക്ക് ടു O. അതാണ് ശരിക്കുള്ള ഉത്തരം. നോക്ക്, ഇപ്പം ഞാൻ ഊഞ്ഞാലയുടെ തന്നെ ആര്യം വെച്ച് പറഞ്ഞുതരാം, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കട്ടെ. അപ്പൊ ഇവിടെ ഏതാണ്, ഓയിൽ നിന്ന് എയിലെത്തി, അവിടെ നിന്ന് ബിയിലെത്തി, തിരികെ എന്താണ് ഓയിൽ തന്നെ എത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഈ കൊച്ച് ഇവിടെ നിൽക്കുവാണെന്ന്, ഓക്കെ, അപ്പൊ ഈ കൊച്ചെന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ച്, ഇത് ഈ ഓയിനകത്ത് ഒരു കൊച്ചുണ്ട് എഴുതിക്കോട്ടോ. ഇങ്ങനെ ഈ കൊച്ച് ഇരിക്കുവായിരുന്നു. ഈ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ഒന്ന് പോയി, ബി വരെ പോയി, അതിനുശേഷം തിരിച്ച് ഓയിലേക്ക് തന്നെ വന്നു, അതിനുശേഷം വീണ്ടും എയിലേക്ക് പോയി, അതിനുശേഷം തിരിച്ച് ഓയിലേക്ക് തന്നെ എത്തി. ഇതാണ് വൺ റൗണ്ട് ആയിട്ട് നമ്മുടെ ഈ കൊച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ, കൗണ്ട് ചെയ്ത്. പക്ഷെ മറ്റേ ചെറുക്കൻ കൊച്ച് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നോക്കിക്കോട്ടെ. ഈ കൊച്ച് കൗണ്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, ബി വരെ പോയി അല്ലെ, ഇവിടെ നിന്ന് ബി വരെ പോയി, അതിനുശേഷം ബിന്റെ അടുത്തുനിന്ന് ഓയിലേക്ക് തന്നെ വന്നതിന് 1 അതിനുശേഷം പുറകിലേക്ക് പോയിട്ട് തിരിച്ച് ബിയിലേക്ക് വന്നത് എന്തായിട്ട് 2 കൗണ്ട് ചെയ്തു. അങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടാണ് ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇരട്ടിയായിട്ടും മറ്റേ പെൺകൊച്ചാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടിയത്, 5 വന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പകുതിയായിട്ട് ഫീൽ ചെയ്തേ. അപ്പൊ ശരിക്കും ഉത്തരം ഏതാണ്, 5. ഈ രീതിയിലാണ് ഒരു നമ്മള് റൗണ്ടിന് അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ഓക്സിലേഷൻ, സോറി
ഓക്സിലേറ്ററി മോഷനും പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിലേഷൻ എന്ന് പറയുന്നത് അത്രയാണ്. സംഭവം കിട്ടിയല്ലോ. ഒരു ഓസിലേറ്ററി മോഷന്റെ കാര്യം ഇത്രയും കിട്ടിയല്ലോ. പിന്നെ അടുത്ത് നോക്കാം. ദെൻ സ്വിങ് കംപ്ലീറ്റ് വൺ ഓക്സിലേഷൻ when the pendulum start from O and go to the both side and return to O. നമ്മൾ നേരത്തെ തന്നെ പഠിച്ച കാര്യം തന്നെ, ഇവിടെ തന്നെ പറഞ്ഞ കാര്യം തന്നെ അല്ലേ. An oscillation is a completed an oscillation is completed when the body return to its initial position, the same direction from where it start. അപ്പം ഏത് ഡയറക്ഷൻ നമുക്കാണെന്നുണ്ടെങ്കിൽ പറയാം, ഇതിപ്പോൾ നമുക്ക് ഇതിലൂടെ പോയി അതിനുശേഷം തിരിച്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ആ രീതിയിൽ തന്നെ വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുക. ദെൻ ഇവിടെ നമുക്ക് കാണാം അതെങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇപ്പം ഇത് O എന്നുള്ളിടത്തു നിന്നാണ് O ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ O നിന്ന് നേരെ പുറകിലേക്ക് പോയി, അതിനുശേഷം എങ്ങനെയാണ് തിരിച്ച് ഇതിലേക്ക് തന്നെ വന്നു, അതിനുശേഷം വീണ്ടും പോയി, അതിനുശേഷം തിരിച്ചു വന്നു. ഇതാണ് ഒരു ഓക്സിലേഷൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം സംഭവം കിട്ടിയല്ലോ. അപ്പം ഇവിടെയും നമുക്ക് കൊടുത്തിട്ടുണ്ട് എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തന്നെ തിരിച്ചെത്തുന്നതാണ് ദോലനം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ദെൻ അടുത്ത കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പടം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നമുക്കിനി ഇവിടെ വരുമ്പോൾ ആവശ്യമുണ്ട്. ദെൻ ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ദ കൗണ്ട് ഫ്രം എ. ഇവിടെ നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ എയിനകത്ത് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഈ രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പം ഇങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഈ രീതിയിലേക്ക് തന്നെയല്ലേ വന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി തിരിച്ച് ഇതേ ദിശയിലേക്ക് വരും അല്ലേ. അപ്പം ഈ ടൈപ്പ് രീതിയിലല്ലേ പോകുന്നത്. അപ്പം അതാണ് എന്തെന്ന് പറഞ്ഞത്, അതാണെന്നുണ്ടെങ്കിൽ എത്രയാണ്, അതും 1 മിനിറ്റ് തന്നെ അല്ലേ. അപ്പം എ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ വെൻ ഈ സ്റ്റാർട്ട് ഫ്രം എന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം, റീച്ച് ബി ആൻഡ് റിട്ടേൺ ടു എ. അപ്പം ഇതാണ് കിട്ടിയല്ലോ. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. ദെൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടിയല്ലോ. ദെൻ ഇനി അടുത്ത് നോക്കാം. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വൺ വുഡ് ബി ദ റീസൺ ഫോർ ദ നമ്പർ ഓഫ് ഓസിലേഷൻ കൗണ്ടഡ് ബൈ ദ ചൈൽഡ് വെയിറ്റിംഗ് ഫോർ ദിസ് ഹിസ് ടേൺ ടു സ്വിങ് ആൻഡ് ദ ചൈൽഡ് ഓൺ ദ സ്വിങ് വെർ ഡിഫറെൻറ്റ്. ഓക്കെ, അവരുടെ രണ്ടിനും തമ്മിലുള്ള കൗണ്ട് ഡിഫറെൻ്റ് ആയിരുന്നില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനസ്സിലായല്ലോ. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ, ഇതിന് എക്സാമ്പിൾ. അപ്പം ദെൻ അടുത്ത എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസോ. നമുക്ക് അറിയാവുന്ന കാര്യം സീസോ എന്ന് പറഞ്ഞിട്ടുണ്ട്, സീസോ അല്ലേ. അപ്പം ഈ സീസോ എന്ന് പറയുന്ന സംഭവം, സീസോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസം. സീസോ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഊഞ്ഞാല ഇതിന് എക്സാമ്പിൾ ആണ് അല്ലേ. അപ്പോൾ ഊഞ്ഞാല നമുക്ക് ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെ എന്താണ് എക്സാമ്പിൾ എന്നാലോചിച്ച് നോക്കിയും, ഗിറ്റാർ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, ഗിറ്റാർ, വൈബ്രേറ്റിംഗ് ഗിറ്റാർ. അപ്പം നമ്മൾ ഇപ്പം ഗിറ്റാർ എന്ന് പറഞ്ഞ ഉപകരണത്തിന് സ്ട്രിങ്, ഗിറ്റാറിൻ്റെ സ്ട്രിങ്, അതുപോലെ തന്നെ ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾ 3 ഇത്രയും പഠിച്ചല്ലേ. അപ്പോൾ 1, 2, 3, 4 പഠിച്ചല്ലോ. അപ്പോൾ 4 പഠിച്ചാണ്. ഇത് നമുക്കിനി ഇവർക്കും കൂടെ ഒന്ന് എഴുതി കൊടുത്തേക്കാം, മലയാളം മീഡിയംകാർക്ക് കൊടുത്തേക്കാം. അപ്പോൾ ക്ലോക്കിന്റെ പെൻഡിലെ ഒരു ഉദാഹരണമാണ് അവിടെ മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പിന്നെ എഴുതേണ്ട കാര്യം, നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു, ഗിറ്റാറിന്റെ സ്ട്രിങ്. പിന്നെ ഒന്ന് എന്തായിരുന്നു, സീസോ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഊഞ്ഞാല. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. സോറി, ഈ 4 നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം എക്സാമിനൊക്കെ ചിലപ്പോൾ വരാം കേട്ടോ. എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക. ദെൻ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഹാവ് യു എവർ നോട്ടീസ് ഹൗ മെനി ഓസിലേഷൻ ഓഫ് ദ പെൻഡുലം ഇൻ ദ ക്ലോക്ക് കംപ്ലീറ്റ് ഫോർ എ ടൈം ചേഞ്ച് ഓഫ് 1 മിനിറ്റ്. അപ്പം നമുക്കിനി ഇവിടെ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു മിനിറ്റ് ആണ് നമുക്ക് പെൻഡുലത്തിനകത്ത് 30 ഓക്സിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നേക്കുന്ന ടൈം എന്ന് എഴുതിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നേരം എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ടൈം എന്ന് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിന് നമ്മൾ 60 സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്,
SI യൂണിറ്റിലേക്ക് വേണം കൺവേർട്ട് ചെയ്യാൻ. അതിനുശേഷം വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ ടൈമിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 60/30 30 ഓസിലേഷൻ്റെ എണ്ണം, 60 നമുക്ക് തന്നേക്കണം ടൈം. അപ്പോൾ 1 മിനിറ്റിനകത്താണ് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിനെ ഡിവൈഡ് ചെയ്തേക്കണം 30 വെച്ച്, അപ്പം 2 സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ തന്നേക്കുന്ന പറഞ്ഞേക്കുന്ന കാര്യമാണ് ആ ടൈം. ഇപ്പൊ ഇവിടെ 2 സെക്കൻഡ് എടുത്തില്ലേ, ആ ടൈമിനാണ് എന്താന്ന് പറയുന്നത്, പീരീഡ് എന്ന് പറയുന്നത്. ദ ടൈം ടേക്കൺ ഫോർ ദ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ആ ടൈം ടേക്കൺ ഫോർ ദ ഓസിലേഷനെയാണ് പീരീഡ് എന്ന് പറഞ്ഞത്. അതിനെ T എന്ന സിമ്പിൾ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യം പഠിച്ചല്ലോ. ഇതിന് അടുത്ത കാര്യം നോക്കാം നമുക്ക്. ഇനി ഇവിടെ തന്നേക്കുന്ന ഒരു ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ് 1 സെക്കൻഡ്. ആ പെൻഡുലം തന്നെ, ഇത് രണ്ടും ഒരു ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറ്റി കിട്ടേക്കുന്നേ ഉള്ളൂ. ഇവിടെ തന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡ് എടുത്തു ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ് എടുത്തു എന്ന് നമ്മളിവിടെ പഠിച്ചല്ലേ. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ടൈമാണ് ഇവിടെ. ഇപ്പൊ ഒരു ഓക്സിലേഷൻ കംപ്ലീറ്റ് എടുക്കാനുള്ള ടൈമാണ് ഇവിടെ ചോദിച്ചിരുന്നത്. ഇതേ സംഭവം തന്നെ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടക്കും എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹാഫ് ആയിരിക്കില്ലേ, നടക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ. എത്ര ഓസിലേഷൻ എവിടെ നടക്കുന്നുണ്ട്? ഒരു സെക്കൻഡിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എത്രയാണ് നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് 1 മിനിറ്റിനകത്താണെന്നുണ്ടെങ്കിൽ 30 എണ്ണം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് എത്രയാണ്? 30/60. അത് എത്രയാണ്? അരയാണ് അല്ലെ. അപ്പൊ ഇനി ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. SI യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് F വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇന്ന് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഓക്കെ, ഈ എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ചില ആൻസേഴ്സ് ഒക്കെ കിട്ടും. അപ്പം അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതിന്റെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളാണെന്നുണ്ടെങ്കിൽ 100 ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യുക, ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നൂല് കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഇതേപോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി. നൂല് കെട്ടിയിട്ട് എന്തെങ്കിലും ഒരു ബോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെന്റിമീറ്റർ 100 ആക്കണം. ഇവിടെ ഇത്രയുള്ള സെന്റിമീറ്റർ 100 ആക്കി ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഗോളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോളോ എന്തെങ്കിലും സംഭവം, ഇപ്പം ഐസ്ക്രീമിന്റെ ബോൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അതിനകത്തൊക്കെ ഇച്ചിരി കല്ലൊക്കെ നിറച്ച് വെച്ചിട്ട് ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടൈമറൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് 10 ഓസിലേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പം നമുക്ക് 1ഉം 2ഉം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, എക്സ്പെരിമെന്റിലേക്ക് പോയാലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ എന്ത് വന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ എക്സ്പെരിമെന്റിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം പെൻഡിലൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുക. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റിലേക്ക് കടക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾക്ക് ആദ്യം വേണ്ട എന്താണ്, ഒരു സ്കെയിലാണ്. സ്കെയിൽ വെച്ചിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ 25 സെന്റിമീറ്റർ, പിന്നെ ഉള്ളത് 60 സെന്റിമീറ്റർ. അത് രണ്ടും ഞാൻ ചെയ്യും, 100 നിങ്ങൾ ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ സൈസ്, ഇതിന്റെ ലെങ്ത് അങ്ങ് മാറ്റണം അല്ലെ. ലെങ്ത് നമുക്കൊരു 25 അല്ലേ വേണ്ടേ. അപ്പൊ 25ലേക്ക് പോട്ടെ. അപ്പൊ 25 വെച്ചിട്ടുണ്ട്. അപ്പൊ 25 വെച്ചിട്ടുണ്ട്. ദെൻ ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാസ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അങ്ങ് കുറച്ചേക്കാം. കൂട്ടിന്ന് ഓർത്തും കുഴപ്പമില്ല കേട്ടോ, ഞാൻ കുറച്ചൊന്നേ ഉള്ളൂ, മാസം അത്രയ്ക്ക് വലിയ വേണ്ടായിരുന്നു. ദെൻ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് വാച്ച് വേണം അല്ലേ. നമുക്കിനി സ്റ്റോപ്പ് വാച്ച് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് ഞാൻ മാറ്റുവാണേ. ഇപ്പൊ ഒരു ഇതായിട്ടോ, 2. നിങ്ങൾ എന്റെ ഒപ്പം തന്നെ കൗണ്ട് ചെയ്തോ കേട്ടോ. ഇത് എത്ര ആവുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം കേട്ടോ.
അപ്പൊ എത്ര സെക്കൻഡ് ആവും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞോളുക. ഇത് മൂന്നാമത്തെ ആണോ ഇവിടെ കഴിഞ്ഞാൽ മൂന്നാമത്തെ ആയി. നാലായി. അഞ്ചായി. ആറായി. ഏഴായി. എട്ടായി. ഒമ്പതായി. ഇനി 10 ആണുള്ളത് കേട്ടോ. 10ആയി. ഓക്കെ. ദെൻ അപ്പൊ നമുക്ക് എവിടെയാണെന്നുണ്ട് 10 വരെ അല്ലെ. ഇപ്പൊ നമുക്ക് കിട്ടിയ 10 ഇപ്പൊ എന്താണ് 10.89. നമുക്ക് 10.89 എന്ന് എടുക്കാം. അല്ലെങ്കിൽ 11 എടുത്താലും കുഴപ്പമില്ല. കാരണം ഓക്കെ 10.89 നമ്മൾ എഴുതി വെക്കണം. ഓക്കെ. അപ്പൊ നമുക്കത് പിന്നീട് എഴുതി വെക്കാം. നമുക്കിനി മറ്റേതിന്റെ കൂടെ ഒന്ന് ചെയ്യാം അല്ലെ. ഇനി നമുക്ക് അടുത്ത് എടുക്കേണ്ടത് 25 നമ്മളിപ്പോ എടുത്തു. ഇനി നമുക്കിനി ചെയ്യേണ്ടത് ഏതാണ്? നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 അല്ലേ. അപ്പൊ നമുക്കിനി 60 ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് 60-ന് ആദ്യം വേണ്ട നമ്മൾ എന്താണ്, നമുക്ക് ഈ ടൈമറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ദെൻ വീണ്ടും നമ്മൾ റൂളർ എടുക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ലെങ്ത് നമുക്കൊന്ന് 60 ആക്കണം. ഓക്കെ. 60 ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്താലോ? ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ ആവാണ്. 2ആയി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കൗണ്ട് ചെയ്ത് വെച്ചോളൂ. കാരണം ഈ രീതിയിലാണ് നമ്മളും ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്തിട്ട് അത് എഴുതി വെക്കണം. ഓക്കെ. നമ്മൾ നേരത്തെ എത്രയാണെന്ന് 10.89 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മൂന്നാമത്തെ ആവാറായി. 3. അപ്പം നിങ്ങൾ അപ്പം പറഞ്ഞു നോക്കൂ. ഓക്കെ. 3ആയി. ഇനി നമുക്കിനി അടുത്ത നാലാമത്തേലേക്കാണ് ഇത് പോകുന്നത്. 4 ആവാൻ പോകുന്നു. 4ആയി. 5ആയി. ഇപ്പം ഇത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് കേട്ടോ കിട്ടുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നിങ്ങൾ വേറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ വെച്ച ഒക്കെയാണ് കെട്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ആയിരിക്കും ആൻസർ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ അതൊന്നും ഓർക്കണം. നമുക്കൊരു കാര്യം പഠിക്കാൻ വേണ്ട കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അപ്പം എങ്ങനെ കിട്ടി എന്നുള്ളത്. അപ്പം ഞാൻ ഇതിനകത്ത് മാസം എടുത്തേക്കണ രണ്ടിനകത്ത് സെയിം. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇത് 6-ാമത്തെയാണ്. ദെൻ അപ്പൊ ആ രീതിയിൽ നിങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇനി നമുക്ക് 7-ാമത്തേയിലേക്കാണ് കേട്ടോ. 7 പോകുന്നു. 7ആയി. 8 എത്തി. അതിന് ഞാൻ അടുത്തത് 9. ഞാനിത് ഒത്തിരി താമസം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് 100 ഹോംവർക്ക് ആയിട്ട് തന്നെ കേട്ടോ. ഓക്കെ. ഇപ്പം 9ആയി. ഇനി അടുത്തത് 10. 10. ഓക്കെ. നമുക്ക് ഏകദേശം ഒരു 18 തന്നെ കൂട്ടാം. അല്ലെങ്കിൽ 17 ആയാലും കുഴപ്പമില്ല. 18 തന്നെ അല്ലേ എഴുതി വെച്ചാൽ മതി. ഓക്കെ. 18 മറ്റേത് 10 ആയിരുന്നു കിട്ടിയത്. അപ്പം നമുക്ക് 10 എടുത്താൽ 11 എടുക്കാം. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ 19 കൊടുക്കാം. കാരണം 19 എടുക്കാം. കാരണം ഇവിടുത്തെ നമ്മൾ ഇതിനകത്ത്
0.55 ആണല്ലോ. അപ്പം പോയിന്റ് നമ്മൾ കൂട്ടണ്ട. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ് കൂട്ടുകയും ചെയ്യാം, കുഴപ്പമില്ല. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്നാ അത് പോയാലോ, അങ്ങോട്ടേക്ക് എഴുതിയാലോ. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങള് നമുക്ക് 10 ദെൻ 11 എടുക്കാം അല്ലെ. 10.89 ഇവിടെ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ എത്രയായിരുന്നു? 18.55 ആയിരുന്നു കിട്ടിയത്. അപ്പൊ നമുക്ക് എടുക്കാം ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. നമ്മൾ എടുത്തേക്കാണ് 10 ഓസിലേഷൻ ആണ് ഇന്നത് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം 10.89 ബൈ 10 അതെന്ന് പറഞ്ഞ എത്രയാണ്? 1.089. ദെൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 0.55 ഡിവൈഡ് ബൈ 10 എന്ത് കിട്ടും? നമുക്ക് 1.855 എന്ന് കിട്ടും. അത്രയും കാര്യം നമുക്ക് കിട്ടും. ദെൻ ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഓസിലേഷൻ ഉണ്ടല്ലേ, നമ്പർ ഓഫ് ഓസിലേഷൻ 10 ആയിരുന്നു. അതിനെ നമ്മൾ ഈ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 10 ഡിവൈഡഡ് ബൈ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 1.089 നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.18 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ദെൻ അടുത്ത നോക്കിയേ 10.1 നമുക്ക് അടുത്ത നമ്മൾ 10.1 അത് 1.855 അല്ലേ, 55. ദെൻ അത് എത്രയാണ്? അത് 5.39. അപ്പം ഈ രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതും കൂടി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കെ. അപ്പം ഇത്ര കാര്യം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവിടെ കൂടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. അല്ലല്ലോ, ഓക്കെ. നമുക്ക് ഇനി ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി പറയാനുണ്ടായിരുന്നല്ലോ, അതൊന്ന് നോക്കാം. ദെൻ ഒരു ദോലനത്തിന് ആവശ്യമായ പീരീഡ് എന്ന് പറയുന്നത് സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അതിനെ ടി വെച്ച അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് വെച്ചാണ്. അത് മനസ്സിലായല്ലോ. പിന്നെ അടുത്ത എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനത്തിന്റെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഇത്ര ആവൃത്തി എന്ന് പറയില്ലേ. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ആവൃത്തി കേട്ടോ. അപ്പൊ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനത്തിന്റെ എണ്ണമാണ് ആവൃത്തി. അപ്പൊ ആവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ആവൃത്തിയെ സൂചിപ്പിക്കുന്ന F എന്ന അക്ഷരം കൊണ്ടാണ്. ഇത്രയും കാര്യം കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ എഴുതി വെച്ചാൽ തന്നെ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്നും ചെയ്ത് നോക്കാം. ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ എന്തുണ്ട് ചെയ്ത് സമയം കളയുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് മാത്രമാണ്, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ ആൻസർ വരുന്നത്. അപ്പം ഇത് കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്ന കാര്യം നോക്കി. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തനം എന്നാ സംഭവിച്ചത്? ആവർത്തിക്ക് എന്നാ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച ആവർത്തിക്ക് എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്താ സംഭവിച്ചത്? പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ഡിക്രീസ് ചെയ്യുമല്ലേ. ഇവിടെ ആദ്യമേ 9 ഉണ്ടായിരുന്നു, പിന്നെ അവിടെ വന്നപ്പോ എന്താ 5 ആയി. ആ രീതിയിൽ ഡിക്രീസ് ചെയ്യുക. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇത് ഓർത്ത് വെക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പെൻഡുലത്തിന്റെ നീളം കൂടുന്നതനുസരിച്ച് ആവൃത്തിയുടെ എന്ത് മാറ്റം ഉണ്ടാവുന്നുണ്ട്? കുറയുന്നുണ്ട്. അതെന്താണ് ഇവിടെ പറയുന്നത്? നീളം കൂടുമ്പോൾ ആവൃത്തി കുറയും. അപ്പൊ നമ്മൾ ഉയരം കൂടുമ്പോൾ ചായയുടെ സ്വാദ് കൂടുന്നു പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ അത് ഇവിടെ വരുമ്പോ എന്താ, അങ്ങനെ നിങ്ങൾ ആ രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. പക്ഷെ അത് കൂടുന്നതാണ്, സ്വാദ് കൂടുന്നതാണ്. പക്ഷെ ഇവിടെ വരുമ്പോ എന്താണ്? സ്വാദ് കുറയും എന്നുള്ള രീതിയിൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. അതിന് ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പഠിച്ചു വെച്ചോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഫ്രീക്വൻസി അതുപോലെ തന്നെ പീരീഡ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് അല്ലെങ്കിൽ ആവൃത്തി തമ്മിലുള്ള ബന്ധമാണ്, നമ്മളെ റിലേഷൻ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിന് ടി വെച്ച് ഇതിന് F വെച്ചാണെന്നുണ്ടെങ്കിൽ F = 1/T. അപ്പൊ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രീക്വൻസി 2 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. മനസ്സിലായോ? 1/2 ആയിരിക്കും. സംഭവം കിട്ടിയോ? 1/2 ആയിരിക്കും. കിട്ടിയോ? ഇതാണ് ഇതിന് തമ്മിലുള്ള റിലേഷൻ. സംഭവം കിട്ടിയല്ലോ. 1/2 ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോബ്ലം ചെയ്ത് തന്നെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇവിടെ നമുക്ക് അത് തന്നെയാണ് പറയുന്നത്. തമ്മിലുള്ള ബന്ധമാണ് ആവൃത്തി എന്ന് പറഞ്ഞാൽ 1/ടൈം ആയിരിക്കും. 1/ടൈം. അത് പീരീഡ് കൂടുന്നതനുസരിച്ച് ആവൃത്തി എന്താണ്? കുറയുക ചെയ്യുന്നത്. പീരീഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് എന്താണ്. ഇവിടെ നമ്മളാണെങ്കിൽ ഒത്തിരി ടൈം എടുത്തില്ലായിരുന്നോ? ഇവിടെ നമ്മൾ ടൈം ഇച്ചിരി കൂടി കൂടുതൽ എടുത്തേ. ടൈം കൂടുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ആവൃത്തിക്ക് എന്ത് ചെയ്യുകയാണ്? കുറയുക ചെയ്യുന്നത്. ആവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 256 ഹെഡ്സ് എന്ന് പറയുന്ന
ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ടൈപ്പ് ഒരു ഷേപ്പിലിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പിനകത്ത് ഇരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടില്ല എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഗൂഗിളിനകത്താണെന്നുണ്ടെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് എന്ന് അടിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് അടിക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മളോട് ചോദിച്ചേക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഓർമ്മത്തിന്റെ 2-3 പേര് ഏതാണ്, പേരെന്ന് വെച്ചാൽ അതിന്റെ യൂണിറ്റ് ഏതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് 440 എന്നുള്ളൊരു ഹെഡ്സിനകത്തുള്ള ഒരു എന്തുണ്ട് ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ പേര് ചെയ്ത്. അപ്പൊ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇനി വരുന്നതാണ് വളരെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ ഇത് നോക്കിക്കേ. അപ്പം ഇനി ഇവിടെ നോക്കാം. എന്താ മേക്കിംഗ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ആണ്. അപ്പം മേക്കിംഗ് ഓൺ എ ട്യൂണിംഗ് ഫോർക്ക് ഇൻഡിക്കേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. അപ്പം ഈ മേക്കിംഗ് അല്ല, മാർക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞ മാറിപ്പോയി. അപ്പൊ മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 അല്ലെങ്കിൽ 256 അല്ലെങ്കിൽ 440 എന്നൊക്കെ പറഞ്ഞ ഹെഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ട്യൂണിംഗ് ഫോർക്കിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ എഴുതി വെച്ചേക്കണത് എന്തായിരിക്കും? ഈ എഴുതി വെച്ചേക്കണതാണ് എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ അതിന്റെ ഫ്രീക്വൻസിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഓരോ ട്യൂണിംഗ് ഫോർക്കിനകത്ത് നമ്മളിങ്ങനെ കൊട്ടി ശബ്ദം ഉണ്ടാക്കുമ്പോഴും ഏകദേശം അതിനാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് സൗണ്ടിന് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് അടിച്ച് നോക്കി ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളൊരു അസൈൻമെന്റ് ആണ്, നിങ്ങൾക്ക് തന്നെ ഒരു പണിയാണെന്ന് കരുതിക്കും. ദെൻ അടുത്ത എന്താണ്? ദെൻ വെൻ ആൻ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതിന്റെ ഇനിറ്റേറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. സംഭവം കിട്ടിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ചുമ്മാ ഫോൺ ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. എന്നാലും ഫോൺ എടുക്കുവാണ്, ഫോൺ ചുമ്മാ വൈബ്രേറ്റ് ചെയ്യും, ഒരു ഫോഴ്സും കൊടുക്കാതെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാന്നായിരിക്കും. അപ്പം പക്ഷെ അത് ഒരിക്കലും നിർത്തുന്നില്ല, വൈബ്രേഷൻ ഒരിക്കലും നിർത്താതെ നിൽക്കുന്ന ഫോണാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഫോൺ ഭയങ്കര വൈബ്രേറ്റ് ചെയ്യുകയാണ്, ഒരിക്കലും നിർത്തുന്നില്ല, എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, നിർത്താനേ പറ്റില്ല. അതെന്താണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫ്രീലി, നമ്മളൊന്നും ഒരു ഫോഴ്സും കൊടുക്കാതെ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നതാണ് അവിടെ നടക്കുന്നത്. അതാണ് ഫ്രീലി ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ ഫോൺ വൈബ്രേറ്റ് ചെയ്യുവാനായിട്ട്. ദെൻ ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വൈബ്രേറ്റ്സ് എന്താണ്? അതിന്റെ ഇനിറ്റേറ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലാണ് അത്, അതിന്റെ ആയിട്ടുള്ള ഫ്രീക്വൻസി, അതിന്റെ ഒരു ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസിയിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. സംഭവം കിട്ടിയോ? അപ്പൊ ഈ ഫ്രീക്വൻസിനാണ് അതിന്റെ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസിനെയാണ് ഇപ്പൊ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞില്ലേ, അതിന്റേതായിട്ട് ഒരു ഫ്രീക്വൻസിയിലായിരിക്കും, ഫ്രീക്വൻസിയിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വസ്തു സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യുമ്പോൾ, ഫ്രീ ആയിട്ട് കമ്പനം ചെയ്യുമ്പോൾ, ഒരു സംഭവം നമ്മളൊരു സാധനവും കൊണ്ട് തട്ടിയും മുട്ടിയും ഒന്നും അല്ലാതെ തന്നെ വൈബ്രേറ്റ് ചെയ്യും. അതാണ് ഞാൻ ഫോൺ വൈബ്രേറ്റ് ചെയ്തെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ള ഓർമ്മയില്ല ഞാൻ പറഞ്ഞത്. അപ്പം അതിങ്ങനെ നിർത്താതെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക, നമ്മളത് നിർത്താൻ പറ്റുന്നേ ഇല്ല. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം അതാണെന്നുണ്ടെങ്കിൽ നിർത്താനേ പറ്റാത്ത ഒരു വൈബ്രേഷൻ ആണ് എന്ന് കരുതിക്കോ, ഒരു ഫോഴ്സും കൊടുക്കാതെയുള്ള വൈബ്രേഷനുമാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ശ്രമിക്കും, അതിന്റെ തനതായ ആവൃത്തിയായിരിക്കും അത് കമ്പനം ചെയ്താൽ അതെന്താണ്? അതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ആവൃത്തി, മീൻസ് അതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസിനകത്തായിരിക്കും അത് കമ്പനം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സംഭവിക്കുന്ന ഇതിനെയാണ്, ഈ ആവൃത്തിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞാൽ, ആ തനതായിട്ടുള്ള ആവൃത്തിനെയാണ് സ്വാഭാവികമായിട്ടുള്ള ആവൃത്തി. അതിനങ്ങനെ സ്വാഭാവികമായിട്ട് ആവൃത്തി ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ ഇത്തരം കാര്യം കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ട് പഠിച്ചു തരുന്ന കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ദെൻ അതിന്റെ കൂടെ നമുക്ക് ഇനി ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും കൂടി നോക്കാം. അപ്പൊ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പൊ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ട്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ട്, ഇലാസ്റ്റിറ്റി ഉണ്ട്, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തേക്കുന്നത്, അതൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി, ദെൻ അതുപോലെ എന്താണ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ കാര്യങ്ങളും പഠിച്ചേക്കണം, കാരണം ഇതും എക്സാമിനൊക്കെ ചോദിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ നമുക്കൊരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വസ്തുവിന്റെ നീളം, വലുപ്പം, ഇലാസ്തികത, അതുപോലെ തന്നെ എന്താണ്
പദാർത്ഥത്തിന്റെ സ്വഭാവം തുടങ്ങിയവയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സി യു. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ ജോയിൻ ചെയ്യാത്തവരൊക്കെ കേട്ടോ.